ഹായ്, നമുക്ക് വീണ്ടും പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പുതിയ വേർഷൻ 3.02. ഇതിലെങ്ങനെയാണ് പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു അയൽക്കൂട്ടത്തിൽ പുതിയതായിട്ട് മെമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. പ്ലസ് ബട്ടൺ അമർത്തി നമുക്ക് പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. അവിടെ അവരുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ ചോദിക്കുന്നിടത്ത് എന്നിട്ട് നമുക്കതിൻ്റെ കൺസെൻറ്റ് ഓക്കെ കൊടുത്ത് പോസിറ്റ് ദ ഫേസ് ഒതൻറ്റിക്കേഷന് വിടും. അപ്പോൾ നമ്മൾ നേരെ ഈ ആപ്പ് ഇല്ലാത്തവർ നേരെ എന്ത് ചെയ്യും, പ്ലേ സ്റ്റോറിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ പെർമിഷനും മറ്റു കാര്യങ്ങളും കൊടുത്ത് നമ്മൾ പിറകോട്ട് വരിക. അവിടെ നമ്മൾ അടിച്ച് വെച്ച് ആധാർ കാർഡ് എന്ത് ചെയ്യുക, വീണ്ടും പോസിറ്റ് കൊടുക്കുക. ആപ്പിൻ്റെ ഒരു പെർമിഷൻ നമ്മളോട് ചോദിക്കും, അത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫേസ് ഒതൻറ്റിക്കേഷൻ ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ഫേസ് വെക്കുക, ഒന്ന് കണ്ണ് മിങ്കിൾ ചെയ്യുക. അപ്പം നമ്മളുടെ ഒതൻറ്റിക്കേഷൻ അവിടെ സക്സസ്ഫുള്ളി ആയിരിക്കും. അപ്പോൾ ആധാർ നമുക്ക് എന്താകും, വെരിഫൈ ആയി വരും. അവിടെ ആ ആധാർ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തൊട്ട് താഴെ തന്നെ നമ്മൾ ഫോട്ടോ ഇമേജ് ക്യാപ്ചർ കാണിക്കും. നമ്മൾ പ്രൊഫൈൽ പിക്ചറിന് വേണ്ടിയിട്ടുള്ള ആ ഫോട്ടോ നമ്മൾ ആധാറിലുള്ള ഫോട്ടോ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള നോക്കും. അത് സക്സസ്ഫുള്ളി ആയിരിക്കും. എന്നിട്ട് നമ്മൾ അവിടെ നമുക്ക് ഒരു തെളിഞ്ഞ് കാണാം, നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ മാറിയത് കാണാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് അടിച്ച് അടുത്ത ഓപ്ഷനിലേക്ക് സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് അടുത്ത ഓപ്ഷനിലൊക്കെ നമുക്ക് ചെയ്തിട്ട് പോവാം. അടുത്തതായി വരുന്ന ബേസിക് ഡാറ്റയിൽ ആദ്യം നമ്മളോട് മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. മൊബൈൽ നമ്പറിൽ മറ്റ് ഡാറ്റകൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. പിന്നീട് അഡ്രസ്സ്, പിന്നെ അതർ ഡീറ്റെയിൽസ്. അപ്പോൾ അതർ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമുക്ക് ഫോൺ വെരിഫിക്കേഷൻ ആദ്യം തന്നെ കാണിക്കുന്നത് കാണാം. നമ്മൾ ഓഫീസ് വെയർ ആണെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ലൈവ്ലിഹുഡും നമ്മളുടെ ഡെസിഗ്നേഷനും കൊടുത്തിട്ട് നമുക്കെന്ത് ചെയ്യാം, പോവാം. ഇനി നമുക്ക് ഈ രീതിയിലല്ലാതെ നമുക്ക് ആധാർ വെരിഫൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ ഡിജി ലോക്കർ വഴി നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ ഒരു മെമ്പറെ നമ്മൾ എടുക്കുക. ആ മെമ്പറെ നമുക്ക് എന്ത് ചെയ്യാം, ആധാർ കൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫേസ് ഐ ഡി വരും. ഫേസ് ഐ ഡി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് ഫേസ് ഒതൻറ്റിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. നമ്മൾ ഫോട്ടോ എടുത്ത് നേരത്തെ പോലെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും, ആധാർ വെരിഫിക്കേഷൻ ഫെയിൽഡ് എന്ന് കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യും, വെരിഫൈ ഡിജി ലോക്കർ OTP എന്നൊരു ഓപ്ഷൻ കാണാം. ആ OTP അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെമ്പറിൻ്റെ ആധാർ നമ്പർ കൊടുത്ത് നമുക്ക് അവർക്ക് OTP കൊടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യാൻ പറ്റും, അവരെ ആധാർ വെരിഫിക്കേഷൻ നമുക്ക് സക്സസ്ഫുള്ളി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആധാർ നമ്പർ അടിക്കുക, അവർക്കപ്പം അത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, OTP പോവും. നമ്മൾ വെരിഫൈ ചെയ്യുക, അത് പഴയ പോലെ തന്നെ സക്സസ്ഫുള്ളി കാണിച്ച് നമുക്ക് ഓക്കെ അടിച്ച് പോവാം. അടുത്ത നെക്സ്റ്റ് അടിച്ച് വേറെ മെമ്പറെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നിലവിലുള്ള മെമ്പേഴ്സിന് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം. അപ്പോൾ നമ്മളൊരു മെമ്പർ എടുക്കുക, അവരുടെ ആധാർ KYC പെൻഡിങ് നമ്മൾ കാണിക്കുന്നുണ്ടാവും. ഉള്ള വെരിഫൈ ആധാർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആധാർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്പർ അടിക്കുക, പ്രൊസീഡിങ് നടക്കുക. നമുക്ക് നേരത്തെ പോലെ തന്നെ ഫേസ് ഒതൻറ്റിക്കേഷൻ വരും. നമ്മൾ ഫേസ് കൊടുത്ത് ഒതൻറ്റിക്കേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ആധാർ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അത് കഴിഞ്ഞാൽ ആ സക്സസ്ഫുള്ളി തൊട്ടടുത്ത താഴെ തന്നെ ഉണ്ടാവും നമുക്ക് ഇമേജ് ക്യാപ്ചർ എന്ന ഓപ്ഷൻ നമ്മുടെ പ്രൊഫൈലിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഫൈൽ ക്യാപ്ചർ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും സക്സസ്ഫുള്ളി വരും. അപ്പോൾ നമ്മൾ നിലവിലുണ്ടായിരുന്ന ഫോട്ടോ മാറി നമ്മൾ അപ്പം എടുത്ത ഫോട്ടോ നമുക്കിവിടെ റൗണ്ടായിട്ട് അവിടെ കാണിക്കും. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഇപ്പോഴത്തെ വേർഷനിൽ നമ്മൾ ആധാർ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു.